എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം. ശ്രീ ശാരദാദേവിയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സഹധർമ്മിണിയാണ് ശ്രീ ശാരദാദേവി. ശാരദാമണി മുഖോപാധ്യായ എന്നാണ് അവരുടെ പേര്. 19-ാം നൂറ്റാണ്ടിലെ ഹിന്ദു ആത്മീയ ഗുരുവാണ്. ദേവി ജനിച്ചത് ഡിസംബർ 22, 1853 വെസ്റ്റ് ബംഗാളിലെ കമർപുകാർ എന്ന സ്ഥലത്ത് ജയറാംബാട്ടി എന്ന സ്ഥലത്താണ്. മരിച്ചത് ജൂലൈ 1920 66 വയസ്സായിരുന്നു അപ്പോൾ. ദേവിയുടെ മാതാപിതാക്കൾ രാമചന്ദ്ര മുഖോപാധ്യായയും അമ്മ ശ്യാമസുന്ദരി ദേവിയുമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരെ വിവാഹം ചെയ്തു. 18 വയസ്സായപ്പോൾ രണ്ടുപേരും ദക്ഷിണേശ്വർ എന്ന സ്ഥലത്ത് ജീവിക്കാൻ വന്നു. ദേവി ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാർ ദേവിയെ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ മരണശേഷം ദേവിയുടെ ഉപദേശവും മാർഗവും അഭിപ്രായവും ശിഷ്യന്മാർ സ്വീകരിച്ചു. എല്ലാ ഭക്തരും ദേവിയെ ആദിപരാശക്തി ആയിട്ടാണ് അവതാരമായിട്ടാണ് കണ്ടത്. ശാരദാദേവി തന്റെ പ്രത്യേക രീതിയിൽ പരിപാവനയായ ഒരു ഭാര്യയുടെയും പരിപാവനയായ ഒരു അമ്മയുടെയും പരിപാവനയായ ഒരു ദേവിയുടെയും ജോലികൾ ചെയ്തു. ലോകത്തിൽ ഇത് മൂന്നും ചേർന്ന് ഉള്ള ഒരാൾ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ദേവി മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ വിഷമിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ബ്രാഹ്മണ സമുദായത്തിലായിരുന്നിട്ടും ദൈവത്തിന്റെ അനുയായികളെല്ലാം ഒരു ജാതിയിലും മതത്തിലും പെട്ടവരാണെന്ന് വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം സ്വാമി വിവേകാനന്ദൻ അവിടുത്തെ പാചകപ്പുരയിൽ ഒരു ജോലിക്കാരൻ കുറച്ച് പൈസ മോഷ്ടിച്ചതായി കണ്ടെത്തി അയാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു. അയാൾ വന്ന് ദേവിയുടെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, എനിക്കൊരു വലിയ കുടുംബമുണ്ട്, ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം എനിക്ക് മുതലാവുന്നില്ല, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പൈസ എടുത്തത്. ദേവി ഉടൻ തന്നെ പ്രേമാനന്ദ എന്ന് പറഞ്ഞൊരു സ്വാമിയെ അയാളുടെ വീട്ടിലേക്ക് അയച്ചു. എന്നിട്ട് അയാളോട് തിരിച്ചു വരാൻ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ സ്വാമി വിവേകാനന്ദനോട് ദേവി പറഞ്ഞു, സ്വാമിമാർക്കൊന്നും കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടാത്തത് കൊണ്ട് എന്തുമാത്രം പൈസ വേണമെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഇവനോട് ക്ഷമിച്ചേക്കും എന്ന് പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ അത് ക്ഷമിച്ചു. ഒരിക്കൽ അമ്മ അനുയായികൾക്ക് സ്വാദിഷ്ടമായ ഒരു ആഹാരം തയ്യാറാക്കി നൽകി. ഒരാൾ വളരെ കൂടുതൽ എടുത്തു, എന്നിട്ട് അത് മൊത്തം കഴിക്കാൻ പറ്റാഞ്ഞിട്ട് അത് കളഞ്ഞു. അമ്മ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിനക്ക് കുറച്ചെടുത്തിട്ട്, ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് ബാക്കി നിന്റെ അയൽക്കാരന് കൊടുക്കാം. ഇനി അയൽക്കാരന് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിനക്ക് ഒരു പശുവിന് കൊടുക്കാം. ഇനി പശുവും കഴിക്കാത്ത ആഹാരം ആണെങ്കിൽ അത് ഒരു നായ്ക്ക് കൊടുക്കാം. നായ്ക്കും കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് നിനക്ക് ഒരു മത്സ്യങ്ങൾക്ക് കൊടുക്കാം. ഒരിക്കലും ആഹാരം കളയരുത്. പൂജകൾക്ക് ശേഷം അമ്മ സാധാരണ എല്ലാ സ്ത്രീകളെയും പോലെ അടുക്കളയിൽ വന്ന് ആഹാരം പാചകം ചെയ്യുമായിരുന്നു. ദേവിയുടെ അവസാനത്തെ വാക്കുകൾ, നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുക, ഈ ലോകത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ പഠിക്കുക, ആരും അപരിചിതരല്ല എൻ്റെ കുഞ്ഞെ, ഈ ലോകം നിന്റേതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.